Hello, welcome to this part. So, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കർണോഫ് മാപ്പിൻ്റെ ഒരു ബേസിക്സ് ആണ് നോക്കിയത് അല്ലേ. സോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന പോർഷൻ എന്ന് പറയുന്നത് ബൂളിയൻ എക്സ്പ്രഷനെ സിമ്പിൾ ഫോമിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. സോ ഹൗ ക്യാൻ വി സിംപ്ലിഫൈ ഓർ ജസ്റ്റ് ഷോർട്ടൻ ഇറ്റ് ഓർ മിനിമൈസ് ഇറ്റ്. സോ ഹൗ ക്യാൻ വി ഗെറ്റ് ഇറ്റ് ടു എ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. സോ അത് നമ്മൾ പിന്നെ ബൂളിയൻ ആൾജീബ്ര വഴി നമ്മൾ എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്തതെന്ന് നമ്മൾ നോക്കി. സോ ദർ ആർ ടു മെത്തേഡ്സ്. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ബൂളിയൻ ആൾജീബ്ര ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ഹാവ് കർണോഫ് മാപ്പ് ടെക്നിക്. സോ അതിൽ ബൂളിയൻ ആൾജീബ്ര ടെക്നിക് നമ്മൾ നോക്കി ആൻഡ് വി ഫൗണ്ട് ദാറ്റ് ഇറ്റ്സ് വെരി എഫിഷ്യൻറ്റ് ആൻഡ് വി ഫൗണ്ട് ദി പ്രിമിറ്റീവ് സ്റ്റേജ് ആൻഡ് വി ജസ്റ്റ് അപ്ലൈഡ് ബൂളിയൻ ആൾജീബ്ര ടേക്ക് ഡൗൺ ടു ദി സിംപ്ലിഫൈഡ് ഫോം. ആൻഡ് നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജും കണ്ടിരുന്നു അല്ലേ. അതായത് ഇത് സിംപ്ലിഫൈ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അതിൽ കണ്ടിരുന്നു. ലൈക്ക് യുനോ ബേസിക്കലി നമ്മളിതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പോകുന്നത് ഡിജിറ്റൽ സർക്യൂട്ട്സിലൂടെ. സോ യു ക്യാൻ റിഡ്യൂസ് ദി യുനോ BOM എന്ന് പറയും നമ്മളതിനെ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബിൽ ഓഫ് മെറ്റീരിയൽസ്. സോ അതായത് കോസ്റ്റ് നമുക്ക് ഒരുപാട് മിനിമൈസ് ചെയ്യാൻ കഴിയും, എഫേർട്ട് മിനിമൈസ് ചെയ്യാം, ട്രബിൾ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. സോ ഇതൊക്കെയാണ് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ലെവലിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ്. സോ ദാറ്റ് വിൽ ഓൾസോ ഹാവ് എൻ എഫക്റ്റ് ഇൻ ദി സർക്യൂട്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കർണോഫ് മാപ്പ് ആയിരുന്നു. സോ കർണോഫ് മാപ്പിൻ്റെ ത്രീ like different methods of representing the variables. ഓക്കെ, അത് 2 വേരിയബിൾ സിസ്റ്റം ആണെങ്കിലും 3 വേരിയബിൾ സിസ്റ്റം ആണെങ്കിലും 4 വേരിയബിൾ സിസ്റ്റം ആണെങ്കിലും അല്ലെങ്കിൽ n വേരിയബിൾ സിസ്റ്റം ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് സെൽസ് വേണം, അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഐ മീൻ ഗ്രേ കോഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ കർണോഫ് മാപ്പിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഇഫ് യു വാണ്ട് ടു മേക്ക് സംതിങ് വെരി തറോ യു നീഡ് ടു ഗോ വിത്ത് ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. സോ നിങ്ങളുടെ റെഫറൻസ് ബുക്ക് എടുക്കുക, ഫ്ലോയിഡ് ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ്, നിങ്ങൾക്കറിയാതെ. സോ ബുക്ക് എടുക്കുക, അതിലിഷ്ടം പോലെ എക്സാമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. സോ ഞാൻ മുഴുവനും ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ പോർഷൻ മുമ്പോട്ട് പോകില്ല. സോ വാട്ട് ഐ എം സജസ്റ്റിംഗ് യു ഈസ് ടേക്ക് അറ്റ്ലീസ്റ്റ് 10 പ്രോബ്ലംസ് ഫ്രം ദി എക്സാമ്പിൾസ് ഓർ ഫ്രം ദി പ്രോബ്ലംസ് സെക്ഷൻ ഇൻ ദാറ്റ് ടെക്സ്റ്റ് ബുക്ക്. സോ അതിനൊരു 10 പ്രോബ്ലംസ് എങ്കിലും എടുത്തിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഇൻ്റർനെറ്റിൽ നിങ്ങൾ എത്ര പ്രോബ്ലംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തെടുക്കാം. സോ വാട്ട് ഐ സജസ്റ്റ് യു ഈസ് യു ഗോ ഹെഡ് വിത്ത് എക്സാമ്പിൾസ് ഓർ യു പ്രാക്ടീസ് ഇറ്റ്. ഓക്കെ, ആ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് സിംപ്ലിഫിക്കേഷൻ ഈസ് ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ഫോർ എക്സാമിനേഷൻ. ലൈക്ക് ഇപ്പോൾ നമ്മൾ പിന്നെ ലൈക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആസ് വെൽ ആസ് ബിഗ് ലൈക്ക് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇത് രണ്ടും നമുക്ക് കർണോഫ് മാപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബൂളിയൻ എക്സ്പ്രഷൻ വഴിയുള്ള സിംപ്ലിഫിക്കേഷൻ ചോദിക്കാം. ഓക്കെ, സോ വാട്ട് ഐ സജസ്റ്റ് ഈസ് യു ഗോ ahead and do a lot of example problems. ഓക്കെ, സോ ഞാൻ പെട്ടെന്നൊന്ന് ക്വിക്കായിട്ടൊന്ന് പറയാം. സോ യു ഹാവ്, അതിനു മുമ്പ് കർണോഫ് മാപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ ഫോർ എക്സാമ്പിൾ, if you have a 3 variable system, say the variables are so I'll write it here, A, B and C, and for example you take the output as Y. Okay, then etra combinations are possible avunathu? 8 combinations, right? So it starts from 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 and 1 1 1. ഇതാണ് all the possible combinations. Clear? ഇനി there is some circuits here. Okay, imagine there is some circuit here and that circuit will yield an output Y. ഇതാണ് ഇൻപുട്സ്. ആ സർക്യൂട്ടിലേക്കുള്ള, അതായത് what I meant is there is a circuit, there is some circuit, you have 3 inputs A, B, C and then you have output Y. This is a situation here. Okay, so ഇത് എന്തും ആയിക്കോട്ടെ. Okay, and imagine you will get Y output all the time. എല്ലാ കണ്ടീഷനിലും Yൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ you have an output at Y. സോ ഇതിനെ നമുക്ക് എക്സ്പ്രഷൻ ഫോമിൽ, സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? Y എന്ന ഫംഗ്ഷനെ
സം ഓഫ് പ്രൊഡക്റ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ജസ്റ്റ് ഞാൻ ആ കർൺ ഓഫ് മാപ്പിലേക്ക് ടച്ച് ചെയ്യാണ്. സോ അതിന് മുമ്പ് ഒന്ന് ഈ ഒരു കാര്യം പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബിക്കോസ് ഇൻ ദി എക്സാമ്പിൾസ് വി നീഡ് ദിസ്. ഇത് നമ്മൾ കണ്ടത് തന്നെയാണ്, നത്തിങ് ന്യൂ. സോ വൈ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് എല്ലാം 1 ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ y ഈസ് ഈക്വൽ ടു, യു ക്യാൻ ഓൾവേസ് റൈറ്റ് a bar b bar c bar പ്ലസ് a bar b bar c പ്ലസ് a bar b c bar പ്ലസ് എക്സെട്ര അല്ലേ. ഇതെല്ലാം എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ഈ സം ഓഫ് പ്രൊഡക്റ്റ് ടേമിലേക്ക് നമുക്ക് എഴുതാം, ബിക്കോസ് ഓൾ ദി ഔട്ട്പുട്ട്സ് ആർ 1. Okay, then imagine and you can always say that decimal equivalent is 0, 1 2 3 4 5 6 7 അല്ലേ, ശരിയല്ലേ? ഇതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ? സോ സിൻസ് ഓൾ ദി ഔട്ട്പുട്ട്സ് ഓഫ് ദിസ് സർക്യൂട്ട്, say this circuit is some C or something like that, all the I mean whatever you give it here, ABC എന്തു ആയിക്കോട്ടെ, ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് y, അല്ലെങ്കിൽ y ഈസ് ഓൾവേസ് 1. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ, ദി എക്സ്പ്രഷൻ ഓഫ് ദി ഔട്ട്പുട്ട് കുഡ് ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിനെ ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവ് മെത്തേഡിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ യു ക്യാൻ ഓൾവേസ് റൈറ്റ് സേ ഫംഗ്ഷൻ of a comma b comma c is could be represented as like sum of product ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. sigma of 0 1 2 3 4 5 6 7. സോ ഇങ്ങനെയാണ് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതായത് എ ബി സി ഇൻവോൾവ് ആവുന്ന ഒരു ഫങ്ഷനിൽ ഇഫ് യു ഹാവ് ഓൾ ദി ഓൾ ദി നമ്പേഴ്സ് ഇൻ ഇറ്റ്, ദെൻ ഈ ഒരു കോമ്പിനേഷൻ, അതായത് എ ബി സി വിൽ ടേക്ക് ലൈക്ക് 0s and 1s and 2s and 3s, ലൈക്ക് ഈ കോമ്പിനേഷൻ, ഞാൻ ഈ പറഞ്ഞ ഈ സാധനം, ഈ ഒരു ലൈക്ക് ഡിജിറ്റ്സ് വിൽ ഗോ ആൻഡ് ഫിറ്റ് ഇൻ ടു എ ബി സി. ക്ലിയർ? പറഞ്ഞു വന്ന പോയിന്റ് മനസ്സിലായോ? അതായത് ഈ പറയുന്ന ഔട്ട്പുട്ട്സിനൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന എ ബി സി വാല്യൂസിനൊക്കെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഔട്ട്പുട്ട് ഈസ് ഹൈ. സോ ഇമാജിൻ ദ സർക്യൂട്ട് ഈസ് സ്ലൈറ്റ്ലി മോഡിഫൈഡ് so that you have only these outputs, or outputs only when you have this combination, that is 0 1, then you don't have output at 3, output at 2. Okay, so 0 1 3 4, then you don't have it 5 and you don't have it 7. അപ്പോൾ ഇതായിരിക്കും ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട്. സി, ഇതാണ് ഞാൻ ഇൻഡിക്കേറ്റ്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് എ ഫങ്ഷണൽ ഔട്ട്പുട്ട്. ഓക്കെ, സം ഓഫ് പ്രൊഡക്റ്റ് ഫങ്ഷണൽ ഔട്ട്പുട്ട് കുഡ് ബി റെപ്രസെൻറ്റ് ഇൻ ദിസ് ഫോം. ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ്. ഓക്കെ, അതായത് 0 കൊടുക്കുമ്പോൾ, 0 കോമ്പിനേഷൻ വരുമ്പോൾ ദ ഔട്ട്പുട്ട് ഈസ് 1. യെസ്, 1 0 0 1 കൊടുക്കുമ്പോൾ 1. ദെൻ അടുത്തത് തേർഡിലാണ്. തേർഡ് എന്ന് പറയുമ്പോൾ 0 1 1 ഈസ് 1. പിന്നെ ഫോർത്തിൽ 1 0 0 ഈസ് 1. ആൻഡ് ദെൻ 6ൽ 1 1 0 ഈസ് 1. ഓക്കെ, സോ ഇങ്ങനെയും, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടേണ്ട കാര്യമില്ല. കാരണം സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും തരിക. സിംപ്ലിഫൈ ദി ഫങ്ഷൻ എഫ് ഈസ് ഈക്വൽ ടു എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ന്യൂ. അതായത് ഈ ഒരു കോമ്പിനേഷനിൽ മാത്രമായിരിക്കും ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുന്നത്. അതാണ് നമ്മൾ പിന്നെ മീൻ ചെയ്യേണ്ടത്. ക്ലിയർ? സോ ഈ ഒരു പാർട്ട് ഒന്ന് മനസ്സിൽ വയ്ക്കുക. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു സീ എ സിംഗിൾ ഫ്രേസ് ക്വസ്റ്റ്യൻ ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഇത് മാത്രമാണ് സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സാധനം തരും. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു റെപ്രസെൻറ്റേഷൻ തരും. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ് ബിക്കോസ് it represents like this. Okay, whatever number is appearing in the sigma, inside the sigma, is having an output 1. അല്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഫോം. സോ ഞാൻ ഇതും കൂടി പറയുന്നത്, കർൺ ഓഫ് മാപ്പ് നമ്മൾ നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ്
റെപ്രസെൻറ്റേഷൻ ഈസ് ലൈക്ക് ദിസ്. സെയിം തന്നെയാണ്, നമ്മൾ ഇക്വേഷന് പകരം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. എല്ലാ ടൈമും ഇക്വേഷൻ തന്നോളന്നില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അതിന് പകരം വി ഹാവ് ദി റെപ്രസെൻറ്റേഷൻ ലൈക്ക് ദിസ്. ക്ലിയർ? ഇനി we will see an example, or we will see the working of Karnaugh map, അല്ലെങ്കിൽ how can we use Karnaugh map to simplify an equation, a Boolean expression. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ. സോ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് sorry, a bar bc plus a b c bar plus abc. So this is the expression, and say let the expression be y. ഇതിനെങ്ങനെ നമ്മൾ കർണോഫ് മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ചെക്ക് ദി എക്സ്പ്രഷൻ തറലി. അതായത് ഇതിൽ എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. കാരണം യുനോ ആൻ അൺബാലൻസ്ഡ്, അല്ലെങ്കിൽ ഒരു നമ്മൾ മുമ്പ് കണ്ടിരുന്നു ഹൗ ടു ജനറലൈസ് ഓർ ഹൗ ടു സ്റ്റാൻഡർഡൈസ് എ സം ഓഫ് പ്രൊഡക്റ്റ്, ഇത് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ടേമിൽ ഒരു ഡി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ടേമിൽ ഇ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായി, 4 വേരിയബിളായി. ഈ എക്സ്പ്രഷനിൽ 4 വേരിയബിളായി. സോ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ആദ്യം സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സോ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മുമ്പൊരു സെഷനിൽ പറഞ്ഞിരുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ ആദ്യം നമുക്ക് എക്സ്പ്രഷൻ കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഹൗ മെനി വേരിയബിൾസ് ആർ ദെയർ ഇൻ ദിസ് എക്സ്പ്രഷൻ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് ഓൺലി 3 വേരിയബിൾസ്, എ ബി ആൻഡ് സി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഹെഡ് വിത്ത് ഹൗ മെനി സെൽസ്? 8 സെൽസ് അല്ലേ. അതായത് 3 വേരിയബിൾസ് ആണെങ്കിൽ 8 സെൽസ്. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? 2 to the power n, which is in this case 2 to the power 3, which is 8. സോ 8 സെല്ലാണ് നമുക്ക് വേണ്ടത്. 8 സെൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. സോ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. സോ you draw 8 cells like this, 1 2 3 4 5 6 7 8. Okay, you represent a b here and c here. Okay, and you write down all the combinations. നമ്മൾ ഇന്നലെ കണ്ട കോമ്പിനേഷൻസ് എല്ലാം എഴുതുക. a bar b bar, a bar b 0 1, then 1 1, that is ab, then 1 0, a b bar. So these are the possible combinations, right? ഇനി നമ്മൾ ഈ ഇതിനെയാണ് നമ്മൾ മിൻ ടേം എന്ന് പറയുക അല്ലേ. അല്ലെങ്കിൽ ഈ ഓരോ ടേമിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് എ ബാർ ബി സി. സോ ലെറ്റ്സ് സി. അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കർണോഫ് മാപ്പിംഗ് എന്ന് പറയുന്നത്. രസകരമായൊരു പസിൽ പോലെയാണ് സാധനം. ഓക്കെ, സോ എ ബാർ ബി സി. സോ എ ബാർ ബി സി. സോ യു മാർക്ക് ദാറ്റ് സെൽ വിത്ത് 1. സോ 1 എന്ന് പറഞ്ഞ് അതിൽ മാർക്ക് ചെയ്യുക. സോ ദിസ് ടേം ഹാസ് ബിൻ ടേക്കിംഗ് കെയർ ഓഫ്, അതായത് എ ബാർ ബി സി. ക്ലിയർ? അടുത്തത് എ ബി സി ബാർ. സോ എ ബി സി ബാർ. സോ യു മാർക്ക് എ 1 ഹിയർ. ഓക്കെ, ദെൻ അടുത്തത്, ഹോപ്പ് യു ഗോട്ട് ഇറ്റ് അല്ലേ, ക്ലിയർ അല്ലേ. അടുത്തത് എ ബി സി. സോ യു ഹാവ് എ ബി ആൻഡ് സി. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ടേമിനെ മാപ്പിൽ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ എക്സ്പ്രഷനെ നമ്മൾ കർണോഫ് മാപ്പിൽ പ്ലോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് എ 3 വേരിയബിൾ 8 സെൽഡ് കർണോഫ് മാപ്പ്. ഓക്കെ, സോ ഈ ഓരോ ടേമിനെയും നമ്മൾ ഓരോ കറസ്പോണ്ടിങ് സെല്ലിലേക്ക്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇങ്ങോട്ടും മാറിപ്പോയാലുള്ള പ്രശ്നം. അതായത് ഇനി ഇത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടെ മനസ്സിലാവും. സോ ഇറ്റ് ഈസ് വെരി വെരി ക്രൂഷ്യൽ ഈ ഒരു ഓർഡർ. അതായത് ഓർഡർ ഞാൻ ഒന്നും കൂടി ഓർപ്പെടുത്താണ്. ഇറ്റ് ഈസ് 0 0 0 1 1 1 ആൻഡ് ദെൻ 1 0. ഓക്കെ, ഇറ്റ് ഫോളോസ് ഗ്രേ കോഡ് ടെക്നിക്. ഓക്കെ, സോ ഈ ഒരു ഓർഡർ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ദർ ആർ കോമ്പിനേഷൻസ് പോസിബിൾ. കോമ്പിനേഷൻസ് ഓഫ് 2, കോമ്പിനേഷൻസ് ഓഫ് 4, ഈവൻ കോമ്പിനേഷൻസ് ഓഫ് 8 അല്ലെങ്കിൽ മോർ. സോ 2 4 8. സോ ആ ഓർഡറിലാണ് പോവുക. ഓക്കെ, സോ പോസിബിൾ കോമ്പിനേഷൻസ് കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സെല്ലുകൾ നമുക്ക് കമ്പൈൻ ചെയ്യാം. ലൈക്ക്
in this case you can combine these two. Clear? അല്ലെങ്കിൽ also you can combine these two. Okay, so ഈ രണ്ട് 1 തമ്മിൽ കമ്പൈൻ ചെയ്തു. You cannot combine like this. ഇങ്ങനൊരു combination is not possible. So ഞാൻ ഡോട്ട് ചെയ്ത് വരയ്ക്കാം. Don't take it for granted. So ഇങ്ങനൊരു combination is not allowed. ഈ combination is not possible. So you can combine like this, vertical or horizontal. Okay, അത് വേറെ തരത്തിലുള്ള കോമ്പിനേഷൻസ് വരും. ഐ വിൽ ലെറ്റ് യു നോ. ഓൾസോ ഒരിക്കൽ കമ്പൈൻ ചെയ്തത് പിന്നെയും കമ്പൈൻ ചെയ്യാൻ പാടില്ല എന്നുള്ളില്ല. ഓക്കെ, സോ യു ക്യാൻ മേക്ക് ഇറ്റ് എസ് എ സെറ്റ്. ഒരിക്കൽ നമ്മൾ ഒരു സെറ്റിൽ എടുത്തത് നമുക്ക് വീണ്ടും അടുത്ത സെറ്റ് ഫോം ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദാറ്റ് ഓൾസോ. സോ അങ്ങനെയാണ് ഈ 1 രണ്ട് സെറ്റിലും ജോയിൻ ചെയ്യുന്നത്. ക്ലിയർ? അതായത് ഈ സെറ്റിലും ഈ 1 കോമൺ ആണ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, യു വിൽ ഗെറ്റ് എ മോർ മിനിമൈസ്ഡ് ഫോം. ഇനി നമ്മളിതിനെ പ്രൊസീഡ് ചെയ്യാണ്. അതായത് ഇതിനൊരു ഇക്വേഷൻ രീതിയിലേക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളത്. സോ വാട്ട് യു വാണ്ട് ടു ഡു ഈസ്, ഏതൊക്കെ വേരിയബിൾസ് ആണോ, ഓക്കെ, വെരി കെയർഫുൾ, ഓക്കെ, വെൻ യു ലിസൺ, ഏതൊക്കെ വേരിയബിൾസ് ആണോ കോമൺ ആയിട്ട് അപ്പിയർ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എടുത്തെഴുതുക ഇൻ ഈച്ച് സെറ്റ്. ഓക്കെ, സോ സേ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് സെറ്റ് എ ആൻഡ് ദിസ് ഈസ് സെറ്റ് ബി. ഓക്കെ, എ സെറ്റിൽ ഏതൊക്കെ വേരിയബിളാണ് കോമൺ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. സേ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കേസ് എടുക്കുക, വിച്ച് ഈസ് എ ബാർ ആൻഡ് എ. സോ എ ബാർ ആൻഡ് എ ഈസ് നോട്ട് എ കോമൺ തിങ്, റൈറ്റ്? ഇറ്റ് ഈസ് കോംപ്ലിമെൻറ്റ്. എ എന്ന് പറഞ്ഞത് ഈ രണ്ട് സെല്ലിൽ അപ്പിയർ ചെയ്യുമ്പോൾ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് എ കോംപ്ലിമെൻറ്റ് ദെൻ എ. ഓക്കെ, ബീൻ്റെ കേസ് എടുക്കുക, ബി ബി. സി, ഇറ്റ്സ് ഹാവിങ് സെയിം വാല്യൂ ബി ബി. സോ യു റൈറ്റ് ബി. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് അടുത്ത് സി. 3 വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, എയും ബിയും മാത്രമല്ല. പിന്നെ അടുത്ത് സി ആണ്. വെർട്ടിക്കലായി നോക്കുമ്പോൾ സിക്ക് മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ മാറ്റം വരില്ല. കാരണം ഇറ്റ്സ് ടേക്കിംഗ് വെർട്ടിക്കൽ സെൽസ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ കോമ്പിനേഷൻ എടുക്കുന്നത്. സോ യു ഇൻക്ലൂഡ് സി ഹിയർ. ഓക്കെ, ദിസ് ഈസ് 1 സെറ്റ് റെപ്രസെൻറ്റേഷൻ. ഈ ഒരു സെറ്റിനെ ഇങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ബി സി. ക്ലിയർ? പ്ലസ്, ഓക്കെ, ഒരു സെറ്റ് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് എടുക്കുമ്പോൾ നമ്മൾ സം ഓഫ് പ്രോഡക്റ്റ് ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ പ്ലസ്. ഓക്കെ, ഇനി ഈ സെറ്റ് എടുക്കാം. ഈ സെറ്റിൽ ആദ്യം എ കോമൺ ആണോ നോക്കുക. അതായത് ഇത്, അല്ലെങ്കിൽ ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ സെൽസ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സെറ്റാണ്, ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എ ബി എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷന് ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ, സോ യു റൈറ്റ് എ ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി സിൻ്റെ കേസ് എടുക്കുക. ഇറ്റ് ഈസ് സി ബാർ ആൻഡ് സി. സോ യു കനോട്ട് ടേക്ക് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ചേഞ്ചിങ്. സോ യുവർ ഫൈനൽ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ഈസ് ബി സി പ്ലസ് എ ബി. ക്ലിയർ? വെരി സിമ്പിൾ. സോ ഈ ഒരു കോമ്പിനേഷൻ എടുക്കുന്നിടത്താണ് നമ്മുടെ ക്രിയേറ്റീവ് സ്കില്ല് കാണിക്കേണ്ടത്. ലൈക്ക് പല കോമ്പിനേഷൻസ് പോസിബിൾ ആകും, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്കില്ലില്ലെങ്കിൽ നമ്മളത് വിട്ടുപോകും. Okay, so basically what you want to do is you have to make maximum number of sets, അല്ലെങ്കിൽ അതായത് എല്ലാ വേരിയബിളിനെയും അറ്റ്ലീസ്റ്റ് ഒരു സെറ്റിലെങ്കിലും ഉൾപ്പെടുത്താൻ ഉള്ള ശ്രമമാണ് ആ ക്രിയേറ്റീവ് പോയിൻറ്റിൻ്റെ പിറകിൽ ഞാൻ പറഞ്ഞ ആ ഒരു ക്രിയേറ്റിവിറ്റി വേണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അവിടെയാണ്. യു കനോട്ട് ലെറ്റ് 1 സെൽ ലൈക്ക് 1 എന്ന് പറഞ്ഞ് ഓക്യുപ്പൈ ചെയ്ത ഒരു സെല്ലിന് ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ. സിംപ്ലിഫിക്കേഷൻ നടക്കില്ല. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു മേക്ക് മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്, മോസ്റ്റ് സെറ്റ്സ് ഔട്ട് ഓഫ് ഓൾ ദി വൺസ് അവൈലബിൾ ഇൻ ദ സെൽസ്. അല്ലെങ്കിൽ ആ സെൽസിൽ ഒക്യുപ്പൈ ചെയ്ത 1നെ എല്ലാം ഒരു സെറ്റിലെങ്കിലും ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മിനിമൈസ്ഡ് ഫോം. സോ യു സി ദിസ് എക്സ്പ്രഷൻ ഈസ് ബീൻ മിനിമൈസ്ഡ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതിനെ ബൂളിയൻ വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ബൂളിയൻ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് എങ്ങനെ മിനിമൈസ് ചെയ്യാൻ നോക്കാം. സോ ഐ വിൽ ജസ്റ്റ് റൈറ്റ് ഡൗൺ ഇറ്റ്. I will write it here, a bar bc plus a b c bar plus a b c. So this is our equation. So let's see. So ഈ റിസൾട്ട് തന്നെയാണോ ബൂളിയൻ വെച്ചിട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം. സോ യു ക്യാൻ ഓൾവേസ് റൈറ്റ് a bar bc plus you take ab as common, then c bar plus c, sorry, c bar plus c.
So this is 1. Okay, c bar plus c is 1. So you can rewrite a bar bc plus ab. Okay, ഇങ്ങനെ എഴുതാം. ഇനി ഇതിൽ എന്ത് കോമൺ ആയിട്ട് എടുക്കാം? ബി കോമൺ ആയിട്ട് എടുക്കാം. യു ഹാവ് എ ബാർ സി പ്ലസ് എ. യു ഹാവ് എ ബൂളിയൻ Boolean law saying a bar a plus a bar b is equal to a plus b. So ഇതേ ലോ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. See, a plus a bar c. So this could be written as a plus c. So b into a plus c. Okay, and b into a plus c നമ്മളൊന്ന് പിന്നെ like you distribute b inside. So ba plus bc or ab plus bc, whichever it is. So this is ab plus bc. See, ab plus bc. So you are getting the same. So ഇതിൽ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ you should remember all the Boolean law. See, ഈ ഒരു എക്സ്പ്രഷനെ ഇങ്ങനെ എഴുതാം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതാണ് ബൂളിയൻ ആൾജിബ്ര സിംപ്ലിഫിക്കേഷൻ്റെ ഒരു വൺ ഓഫ് ദി ഡ്രോബാക്ക്. ബട്ട് ഇൻ ദി കേസ് ഓഫ് കർണോഫ് മാപ്പ് യു ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. ഇത് നിങ്ങളിങ്ങനെ ഒരു മാപ്പ് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അല്ലെങ്കിൽ ദാറ്റ് വിൽ ഗിവ് യു എ സിംപ്ലിഫൈഡ് ഫോം. ഓക്കെ, ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഷുഡ് ബി വെരി കെയർഫുൾ. ഇതൊരു സിമ്പിൾ ഇക്വേഷൻ ആണ്, ബട്ട് ദർ വിൽ ബി കോംപ്ലക്സ് ഇക്വേഷൻസ് കമ്മിങ്. സോ അങ്ങനെ വരുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ മാപ്പിംഗ് ഇറ്റ്. ഓക്കെ, then you should apply your brain so that you include all the ones inside the set. Okay, so both are the same. So either way you can simplify Boolean expression. Clear? ഇനി അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം.